ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിലെ ആദ്യത്തെ വീഡിയോ ആണ്. വെൽക്കം ടു രഞ്ജീസ് കാഷ്വൽ ടോക്ക്. ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ആണ്. നമ്മളെ കുറേ ഡ്രീംസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും, ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി 95% ആൾക്കാർ നമ്മളെ കൂട്ടത്തിൽ പരാജയപ്പെട്ടു. എൻഡ് ഓഫ് ദി ഇയറിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. വൈ? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ ഗോളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഹൗ ടു സെറ്റ് ദ ഫിനാൻഷ്യൽ ഗോൾ, ഹൗ ടു സെറ്റ് ദ ഫിനാൻഷ്യൽ ഡ്രീം ആൻഡ് ഹൗ ടു അച്ചീവ് ഇറ്റ്. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമ്മൾ ഗോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രീം ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, യു ഹാവ് ടു ബി കമ്മിറ്റഡ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത് കമ്മിറ്റ്മെൻ്റ് ആണ്. യു ഹാവ് ടു സ്റ്റാർട്ട് ദ ഡ്രീം വിത്ത് കമ്മിറ്റ്മെൻറ്റ്. ഫിനിഷ് വെൽ, യു ഹാവ് എ കൺസിസ്റ്റൻസി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 1-2 മാസം നമ്മൾ കൃത്യമായിട്ട് നല്ല കമ്മിറ്റ്മെൻ്റ് എല്ലാം കാണിക്കും. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് വി ലാക്സ് ദ കൺസിസ്റ്റൻസി. അതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഹൗ ടു സെറ്റ് ദ ഫിനാൻഷ്യൽ ഗോൾസ്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾ ഷുഡ് ബി സ്മാർട്ട് എന്ന് പറയാം. എസ് ഫോർ സ്പെസിഫിക് ആയിരിക്കണം നമ്മളെ ഗോള്. കൃത്യമായിട്ട് നമുക്കൊരു കൃത്യത വേണം എന്താണ് ഗോൾ എന്നുള്ളത്. രണ്ടാമത്തത് എം ഫോർ മെഷറബിൾ ആയിരിക്കണം. മൂന്നാമത്തത് അച്ചീവബിൾ ആയിരിക്കണം, അറ്റൈനബിൾ ആയിരിക്കണം. നമുക്ക് തീരെ എത്തിപ്പെടാൻ പറ്റാത്തൊരു ഗോൾ സെറ്റ് ചെയ്ത് നമുക്ക് പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിരിക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം. അതുപോലെ കൃത്യമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടൈം ബൗണ്ട് ആയിരിക്കണം. കാരണം ഒരു ടൈം ഫിക്സ് ചെയ്യണം. കാരണം നമ്മളൊരു ഡ്രീം ഉണ്ട്, അതിന് ടൈം ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ജസ്റ്റ് ബിക്കം എ ഹോപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രീമിലേക്ക് കൃത്യമായിട്ട് ടൈം ബൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഡ്രീം ഒരു ഗോളായി മാറുക. അപ്പോൾ ഈ കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതലായിട്ട് സെറ്റ് ചെയ്യുന്നത് അവർ ഗോൾ ഷുഡ് ബി സ്മാർട്ട്. ഹൗ ടു സെറ്റ് ദ ഫിനാൻഷ്യൽ ഗോൾ, ആ കാര്യത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ്, അതിലൊരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ആ തരത്തിലായിരിക്കണം നമ്മൾ അതിന് ഗോളിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് അങ്ങനെയായിരിക്കും. ഫസ്റ്റ് വൺ എന്താണ്? സെറ്റിംഗ് ദ ഗോൾ. നമുക്ക് ആദ്യം ഗോൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇവിടുത്തെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന ചിലപ്പോൾ പല ആൾക്കാർക്കും ഡിഫറെൻ്റ് ആയിരിക്കും ഗോൾ. ഒന്ന് ചിലപ്പം അവരുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ ആയിരിക്കും, ചിലരുടെ വെൽത്ത് ക്രിയേഷൻ ആയിരിക്കും, റിട്ടയർമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് അസറ്റ്സ് ക്രിയേറ്റ് ആയിരിക്കും. അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സെറ്റ് ദ ഗോൾ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു പ്രയോറിറ്റി നോക്കണം. ഏതാണ് പ്രയോറിറ്റി? അപ്പോൾ നമ്മൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ ആണോ, റിട്ടയർമെൻ്റ് ആണോ, അസറ്റ് ക്രിയേഷൻ ആണോ, വെൽത്ത് ക്രിയേഷൻ ആണോ, എസ്റ്റേറ്റ് പ്ലാനിങ് ആണോ? ഇതിൽ ഏതാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൽ ഏറ്റവും രണ്ടാമത്തെ കാര്യമാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യും, രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് കൃത്യമായിട്ടൊരു പ്രയോറിറ്റൈസ് ചെയ്യണം. അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്തു, അത് പ്രയോറിറ്റൈസ് ചെയ്തു. അപ്പോൾ ഇനി ഞാൻ മനസ്സിലാക്കേണ്ടത് ആ ഫിനാൻഷ്യൽ ഗോളിന് വേണ്ടി ഫ്യൂച്ചറിൽ എത്ര വേണ്ടി വരും, നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്രയായിരിക്കും, ആ എമൗണ്ട് എത്രയായിരിക്കും എന്ന കാര്യം നമ്മൾ അറിയണം. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഗോൾ, നമുക്ക് അതറിയണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നാലാമത്തെ കാര്യമാണ്, നമ്മൾ എത്ര എമൗണ്ട് മാറ്റി വെക്കണം. മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ടു ബി റിക്വയർഡ്. മന്ത്ലി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അടുത്ത ഘട്ടം എന്താണ്? കൃത്യമായ ഒരു സ്യൂട്ടബിളായ ഏത് പ്രൊഡക്റ്റിലാണ് നമ്മൾ ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പറായ നല്ലൊരു പ്രൊഫഷണലായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പിന് ഇരയാകുന്ന ആൾക്കാരുണ്ട്. അവർ പ്രൊഫഷണലായിട്ടായിരിക്കില്ല കണക്ട് ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടാത്ത പലരാളായിട്ട് കണക്ട് ചെയ്യുക, അവരെ നല്ലതായിരിക്കും അഡ്വൈസ് ചെയ്യുന്നുണ്ടാകുക. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ ഏറ്റവും ബെറ്ററായ നമ്മൾ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് സ്റ്റേ ഇൻവെസ്റ്റ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരാജയപ്പെടുന്നത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്തു, പ്രയോറിറ്റൈസ് ചെയ്തു, ഫ്യൂച്ചർ വാല്യൂ കണക്കാക്കി, അതിനുശേഷം മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, ബെറ്ററായ ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്തു, അതിനുശേഷം നമ്മളത് വിട്ടുകളി. നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവില്ല. സ്റ്റേ ഇൻവെസ്റ്റ്മെന്റ് ഈസ് ദ കീ. കാരണം നമ്മൾ കൃത്യമായി ആ ഗോള്, ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ചെയ്യുന്നത് വരെ നമ്മൾ കൃത്യമായി നമ്മൾ ഒരു നോൺ കോംപ്രമൈസിങ് മോഡിൽ വന്നിട്ട് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം എങ്കിലും മാത്രമേ നമ്മളെ കുട്ടികളുടെ എഡ്യൂക്കേഷനും അതുപോലെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ്, വാട്ട് എവർ ദ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എനിക്ക് പറ്റും. നമ്മുടെ 3 പ്രൊജക്ട്സ് ഉണ്ട്. ഒന്ന് ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പാണ്. അതിൽ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതിനെപ്പറ്റി നമ്മൾ കൃത്യമായൊരു റിപ്പോർട്ട് തരും. നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻ, നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ സിറ്റുവേഷനെ പറ്റി റിപ്പോർട്ട് ചെയ്യും. രണ്ടാമത് നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ ഗോള്. ചൈൽഡ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചൈൽഡ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ പ്ലാനിങ് റിപ്പോർട്ടാണ് നിങ്ങൾക്ക് തരിക. നിങ്ങളുടെ കുട്ടിയുടെ ഡ്രീം എന്താണ്, ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആവശ്യം വരും എന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലിംഗ് അറിയുന്ന ഒരു
റിപ്പോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. മൂന്നാമത്തെ നമ്മൾ പ്രൊജക്റ്റാണ് റിട്ടയർ റിച്ച്. അതിൽ നിങ്ങൾ റിട്ടയർമെൻറ്റ് പ്ലാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് ഇന്ന് നിങ്ങൾ എത്രയാണോ മന്ത്ലി എക്സ്പെൻസസ്, റിട്ടയർമെൻറ്റ് സമയത്തിൽ നിങ്ങൾക്ക് എത്ര മന്ത്ലി എക്സ്പെൻസസ് വേണ്ടി വരും, അതിനു വേണ്ടി നിങ്ങൾ എത്ര കോർപ്പസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും, ആ കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മന്ത്ലി നിങ്ങൾ എത്ര കോൺട്രിബ്യൂഷൻ നടത്തേണ്ടി വരും എന്ന കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ടാണ് ചെയ്യുക. കാരണം ആസ് എ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് വി ഡോണ്ട് സെൽ പ്ലാൻസ്, വി സെൽ പ്ലാനിങ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺടാക്ട് അസ്. കാരണം നമ്മൾ ഈ 10-12 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അതുപോലെ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ് ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വാട്ട് എവർ യു നീഡ്, ജസ്റ്റ് ഡെഫിനറ്റ്ലി വി ആർ ജസ്റ്റ് കോൾ അവേ ഫ്രം യു. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിലിങ്ങും, എല്ലാ കൃത്യമായ എല്ലാ കാര്യങ്ങളും വളരെ പ്രൊഫഷണലായിട്ട് ചെയ്തു തരാൻ വേണ്ടി നമുക്ക് പറ്റും. താങ്ക് യു വെരി മച്ച്.